ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സയ്യസ് ബ്ലോഗ്. ഇന്ന് നമ്മളൊരു ഫുഡിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നുമല്ല, ഇന്നൊരു ട്രാവലാണ്. ടൈറ്റാനിക് എക്സിബിഷൻ ട്രിവാൻഡ്രം ലുലുവിൻ്റെ അടുത്താണ്. അപ്പോൾ ഞാനും എൻ്റെ മോനും വൈഫിൻ്റെ ബ്രദറിൻ്റെ വൈഫും കുട്ടികളും എല്ലാവരും അവിടെ നമ്മൾ പോയി. ടിക്കറ്റിന് 100 രൂപയായിരുന്നു. അപ്പോൾ 100 രൂപയ്ക്കുള്ള കാണാനുള്ള കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. കൊച്ചുങ്ങൾക്ക് ടിക്കറ്റ് ഇല്ലായിരുന്നു, ഫ്രീ ആയിരുന്നു. കുട്ടികൾക്ക് 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ ഫ്രീ ആണ്. ഇതെൻ്റെ അളിയൻ്റെ മോളാണ് പോകുന്നത്. അപ്പോൾ അന്ന് ഫിലിമിലുണ്ടായിരുന്ന അവരുടെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ഷിപ്പ് മോഡൽ ഉണ്ടാക്കി അതൊരു രൂപകൽപ്പന ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റെയർ കേസ് നമ്മൾ താഴോട്ട് പോവുകയാണ്. നമ്മൾ മേളിൽ കയറി അതിനകത്ത് തന്നെ താഴോട്ട് സ്റ്റെയർ കേസ് ഉണ്ട്. അപ്പോൾ അവിടെയും കുറച്ച് കാഴ്ചകളുണ്ട് നമുക്ക് കാണാൻ. ഇത് നമ്മുടെ പഴയ ഷിപ്പിൻ്റെ ഒരു മോഡൽ സ്വിച്ച്, അതിൻ്റെ ഫ്യൂസ് കാര്യങ്ങളൊക്കെ, ഇലക്ട്രിക് കാര്യങ്ങളൊക്കെ ഒരു മാതൃകയാണ് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലോട്ട് പോകാം. മറ്റൊരു ഫാമിലിയാന്ന് തോന്നുന്നു. ആളുടെ ഫേസ് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ക്യാമറ ഒന്ന് മാറ്റിയൊക്കെ പിടിക്കാൻ നോക്കുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വിചാരിച്ചിട്ട്, മീൻസ് അവർക്ക് ഫോട്ടോ അവിടെ നമ്മൾ ഫിലിമിൽ കണ്ടതുപോലെ തന്നെയാണ് ഷിപ്പിലുള്ളത്. നമ്മുടെ ജാക്കച്ചേനൊക്കെ ഇരിപ്പുണ്ട്. ജാക്കച്ചേനൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. നാടകം, ജാക്കച്ചേന നാടകം. റോസമ്മ അപ്പുറത്ത് കിടപ്പുണ്ട്. റോസമ്മ ഒരു സോഫയിൽ കിടപ്പുണ്ട്. എന്തോ ആലോചിച്ച് കിടക്കുകയാണ്. പിന്നെ ഷിപ്പിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ നടന്നിറങ്ങി ഇതെല്ലാം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ഒരുപാട് ഗെയിംസും കാര്യങ്ങളുണ്ട്. പിന്നെ കുറേ എന്താ പറയുക, ബുക്സൊക്കെ ഉണ്ട്, ബുക്ക് സ്റ്റാളുണ്ട്. പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഐസ്ക്രീമുണ്ട്. അങ്ങനെ ഒരുപാട് സാധനം നമുക്ക് മേടിക്കാൻ കഴിയുന്ന ഈ പൊട്ട് ടൈപ്പ്, അങ്ങനെ ലേഡീസുള്ള ഐറ്റംസ്, ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ. ചിപ്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒരുപാടുണ്ട്. പക്ഷേ ഈ ഏരിയയൊക്കെ എത്തുമ്പോഴത്തേക്ക് ചിപ്സും കാര്യങ്ങളും കുഴപ്പമില്ല. പിന്നെ അങ്ങോട്ട് കളിപ്പാട്ടം വരുന്ന ഏരിയയൊക്കെ ഉണ്ട്. അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ കുട്ടികളെ ഒന്ന് മുറുക്കി പിടിച്ചിട്ട് ഒന്ന് സ്പീഡിൽ നടക്കണം. അത് എവിടെയെങ്കിലുമൊക്കെ പോയി ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കൈവിടത്തില്ല. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കണം. അങ്ങനെ ഇടയ്ക്ക് പിന്നെ അപ്പുറമൊക്കെ എല്ലാം ഈ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ കുട്ടികൾക്കുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇനി ഇതിൻ്റെ പുറത്തേക്കൊരു എൻട്രൻസ് ഉണ്ട്. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഗെയിംസൊക്കെയാണ്. നമ്മുടെ ഈ എന്താ പറയുക, അവിടെ ജെയിൻറ്റ് വീലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. ഒരുപാടെണ്ണമുണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. മരണക്കിണറുണ്ട്. പിന്നെ ഒരുപാട് റൈഡ്സൊക്കെ ഉണ്ട് അതിനകത്ത്. ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതൊക്കെയാണ്. പ്രൈസൊക്കെ വരുന്നത് 70 രൂപയും 100 രൂപയൊക്കെയാണ് ഓരോ റൈഡിനൊക്കെ ഉള്ളത്. പിന്നെ കുഴപ്പമില്ല, കുട്ടികൾക്കൊന്നും ഒരു ഉണ്ടാവും. പിന്നെ സ്കൂളാണ് വർക്കിൻ്റെയോ, അപ്പോൾ അവർക്ക് സന്തോഷം കാര്യങ്ങളൊക്കെ ആവും. ഇനിയുള്ള ഏരിയയിലൊന്നും കൂടുതൽ ബലിപ്പിക്കാൻ നിൽക്കേണ്ട പിള്ളേരെ. കാശൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ അതിൻ്റെ ഐസ്ക്രീമൊക്കെ ഉണ്ട്, കുട്ടികൾ കഴിച്ചു കൊടുക്കുക. ഐസ്ക്രീമിനുണ്ട് 50 രൂപയും കണ്ടായിരുന്നു ഒരു കോൺ ഐസ്ക്രീം.
പിന്നെ നമ്മുടെ പണ്ട് അമ്പലങ്ങളിലെ ഉത്സവത്തിനെ കാണാൻ പറ്റുന്ന ഈ കീച്ചേന് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മോതിരത്തിൽ പേരെഴുതുക, അങ്ങനെയൊക്കെ ഐറ്റം ഉണ്ട്. പിന്നെ ഇതൊക്കെ പൊട്ടാസും ഉണ്ട്, ചപ്പുകാരൊക്കെയാണ്. ഇവിടെ എന്തോ പരിപാടി, എനിക്കത് മനസ്സിലായില്ല, എന്തൊരു ഗെയിമാണ് സംഭവം. ഇത് ഐസ്ക്രീം. അപ്പോൾ എന്തായാലും പോകണം, ഭയങ്കര ഇഷ്ടമാണ്. ഇനി അത് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഇതെൻ്റെ മോനാണ് നിൽക്കുന്നത്, അവൻ ജയിൻ്റെ വീട്ടിൽ കയറി, ഞാൻ കയറിയില്ല, ഞാൻ താഴെ ഇരുന്നേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാര്യം, എൻ്റെ ഒരു പേഴ്സണൽ കാര്യം ലോകമറിയണം എന്നുണ്ട്. അതായത് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരെങ്കിലും അറിയണമെന്നുണ്ട്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങൾ. പക്ഷേ അതിനുവേണ്ടി എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സും, കുറച്ചല്ല, നല്ല സബ്സ്ക്രൈബറും നല്ല വ്യൂസൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക്. അപ്പം ഞാൻ പല യൂട്യൂബേഴ്സും സംസാരിച്ച് നോക്കി. അപ്പോൾ അവർക്ക് എല്ലാവർക്കും പേടിയാണ് ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്വയം ഒരു യൂട്യൂബ്, എനിക്ക് വർഷങ്ങളായി മുന്നേ തുടങ്ങാമായിരുന്നു. പക്ഷേ തുടങ്ങാവുന്ന കാര്യം വെച്ചാൽ നമുക്കതിന് വേണ്ടി കണ്ടൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, ഒരു കണ്ടൻറ്റിന് വേണ്ടി പറയുമല്ല കേട്ടോ. പിന്നെ ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ ബന്ധത്തിൽ ഒരാൾ ഇന്ന് മരിച്ചിട്ടുണ്ട്. അതും എനിക്കുണ്ടായ അനുഭവവും ഇവർക്കുണ്ടായ അനുഭവവും ഒന്ന് തന്നെയാണ്. അത് എനിക്ക് നമ്മുടെ ജനങ്ങളെ ഒന്ന് അറിയിക്കണമെന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ അത് പറയില്ല. എനിക്കൊരു 2000 സബ്സ്ക്രൈബറെങ്കിലും ആവണം. 2000 സബ്സ്ക്രൈബറൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം, എനിക്ക് നല്ല ഇത് കിട്ടിയതിന് ശേഷം, കാര്യം എൻ്റെ വീഡിയോ ഒരു 2000 സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ 500 പേരെങ്കിലും കേൾക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ എല്ലാ റെക്കോർഡിങ്സും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ നമുക്ക് ലീഗലായിട്ട് പോകാനോ അതിനൊന്നും കഴിയാത്തൊരവസ്ഥ നമ്മളെ അവരാക്കി തീർക്കും. ഞാൻ പറയുന്നത് അത് എനിക്കും ഇപ്പോൾ ഇന്ന് മരണം നടന്ന അവർക്കും വേണ്ടിയാണ്. ഇന്ന് മരണം നടന്നത് ഇന്നലെയാണ് അവരുടെ ന്യൂസ് ഞാൻ അറിയുന്നത്. അവർക്കുണ്ടായതും എനിക്കുണ്ടായ ഒരേ അനുഭവമാണ്. അത് നമ്മുടെ ജനങ്ങൾ അറിയണം. അതിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല എൻ്റെ വീഡിയോസ് ഒന്ന് കാണണം. നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യിക്കണം. എനിക്ക് ഒരു 12,000 ആയിക്കഴിഞ്ഞാൽ എനിക്ക് ആ വീഡിയോ എനിക്ക് ചെയ്ത് തുടങ്ങാൻ പറ്റും. അപ്പോൾ ഒരു 2000 പേരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 500 പേരെങ്കിലും കേൾക്കുമല്ലോ, അതിനു വേണ്ടി. താങ്ക് യു. പ്ലീസ് ഷെയർ, പ്ലീസ് ലൈക്ക്, പ്ലീസ് സബ്സ്ക്രൈബ്.